വയോജന സൗഹൃദ നഗരമാക്കാൻ ഒരുങ്ങി തലസ്ഥാനം. തിരുവനന്തപുരം നഗരസഭ വയോജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന മധുരം ജീവിതം വയോജന ഉത്സവത്തിന് തുടക്കമായി. പരിപാടിയുടെ ഭാഗമായി സായാഹ്ന നടത്തം സംഘടിപ്പിച്ചു. മനുഷ്യർക്ക് ഏറ്റവും കരുതൽ ആവശ്യമായ സമയമാണ് ശൈശവവും വാർദ്ധക്യവും. വാർദ്ധക്യകാലത്ത് സ്വന്തം കഴിവുകളെ മിനുക്കിയെടുക്കാൻ എത്ര പേർക്കാവും അവസരമുണ്ടാവുക? നഗരത്തെ വയോജന സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മധുരം ജീവിതം എന്ന പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. മുതിർന്ന പൗരന്മാരുടെ കലാകായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. വളരെ കാര്യക്ഷമമായി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ നല്ല നിർദ്ദേശങ്ങളും ഒക്കെ തരുന്ന കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രവർത്തനം തന്നെയാണ് ഇങ്ങനെ ഒരു മികച്ച പരിപാടി സംഘടിപ്പിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചത് എന്നത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നഗരസഭാങ്കണം മുതൽ മാനവീയം വീഥി വരെയാണ് സായാഹ്ന നടത്തം സംഘടിപ്പിച്ചത്. തങ്ങൾക്കായി സംഘടിപ്പിച്ച പരിപാടി സ്നേഹപൂർവ്വം സ്വീകരിക്കുകയാണ് സായാഹ്ന നടത്തത്തിന്റെ ഭാഗമായവർ. പ്രായം ചെന്ന ആളുകൾ ഒരു ഉത്സവ ലഹരിയിലാണ്. ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം നഗരത്തെ ഒരു വയോജന സൗഹൃദ നഗരമായി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇത് ഉയർന്നു വന്നിരിക്കുകയാണ്. പരസ്പരം സംസാരിച്ച് സൗഹൃദം പുതുക്കി കൂട്ടായ്മ ആസ്വദിച്ച് അവർ ആഘോഷത്തിന്റെ ഭാഗമായി. ഈ ചിരികൾ അങ്ങനെ തുടരട്ടെ. ജനുവരി 16 വരെയാണ് വയോജനോത്സവം സംഘടിപ്പിക്കുക. കലാകായിക മത്സരങ്ങൾ, മുതിർന്ന പൗരന്മാരുടെ സംഗമം, മെഡിക്കൽ ക്യാമ്പ്, നഗരരത്ന അവാർഡ് വിതരണം, 100 വയസ്സു കഴിഞ്ഞ പൗരന്മാരെ ആദരിക്കൽ എന്നീ പരിപാടികളും വയോജനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.